പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹാവന്ദനങ്ങൾ. അതേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ, ഇന്നത്തെ അവസ്ഥകൾ, ഇന്നത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കി നമ്മുടെ ജീവിതത്തെ നാം വിലയിരുത്തേണ്ട. പ്രൈസ് ദ ലോർഡ്. നാം ഇന്ന് എന്തായിരിക്കുന്നുവോ, നാം എന്ത് അഭിമുഖീകരിക്കുന്നുവോ, സ്തോത്രം, അതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം. പ്രൈസ് ദ ലോർഡ്. ദൈവം നമ്മുടെ സ്ഥിതികൾക്കും അവസ്ഥകൾക്കും വ്യത്യാസം വരുത്തി നമ്മെ കൊണ്ട് തന്നെ സ്തോത്രം വലിയ മാറ്റങ്ങളെ നമ്മിലും നമ്മുടെ ഭവനങ്ങളിലും സൃഷ്ടിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ നാം ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും വലിയ മാറ്റം കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 36-ാം വചനം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവവും കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഒന്നുകൂടെ വായിക്കുന്നു: ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇൻ ഇംഗ്ലീഷ്, Acts chapter 2 verse 36. Amen. Therefore, let all Israel be assured of this: God has made this Jesus, whom you crucified, both Lord and Messiah. Hallelujah. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കുവാനിടയായി തീർന്നു? യേശു കർത്താവിനെ സ്തോത്രം ക്രൂശിക്കുമ്പോൾ അവർ പറയുന്നു, ക്രൂശിൽ യേശു കിടക്കുമ്പോൾ ഒത്തിരി നിന്ദകൾ, ഒത്തിരി വാക്കുകളാൽ യേശുവിനെ അവർ വേദനിപ്പിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്: നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. നീ കുരുടരെ സൗഖ്യമാക്കിയില്ലേ? എത്രയോ അത്ഭുതങ്ങൾ ചെയ്തില്ലേ? നിൻ്റെ ജീവിതത്തിൽ നിനക്ക് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ലേ? നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ. പ്രൈസ് ദ ലോർഡ്. എന്നാൽ അവിടെ സ്തോത്രം അതിൻ്റെ 23-ാം വചനത്തിൽ വായിക്കുന്നു: ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറേനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്തോത്രം നിശ്ചയമായി യേശുവിന് തന്നെ രക്ഷിക്കാമായിരുന്നു. പിതാവായ ദൈവത്തിന് തൻ്റെ പുത്രനെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ പിതാവായ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ദൈവത്തിൻ്റെ ഒരു സ്ഥിര നിർണയമുണ്ട്. പ്രൈസ് ദ ലോർഡ്. നാം ദൈവത്താൽ നിർണയിക്കപ്പെട്ടവരാണെങ്കിൽ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കുന്നതൊക്കെയും ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും. പ്രൈസ് ദ ലോർഡ്. സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും പിതാവായ ദൈവത്തിന് സകലതും അറിയാം. ദൈവം എല്ലാം മുന്നറിഞ്ഞ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതേ, നമ്മയും കർത്താവ് ക്രിസ്തുവിൽ മുന്നറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നാം ആ നിർണയത്താൽ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് സകലതും നന്മയ്ക്കായിട്ട് മാറ്റും. അങ്ങനെ അവർ യേശുവിനെ ക്രൂശിൽ തറപ്പിച്ച് കൊന്നു. പക്ഷേ 36-ാം വചനത്തിൽ വായിക്കുന്നു: നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ, അതേ യേശു, മറ്റാരുമില്ല, ക്രൂശിച്ച് ക്രൂശിൽ മരിച്ച അടക്കപ്പെട്ട ആ യേശുവിനെ തന്നെ ദൈവം സ്തോത്രം എപ്പോഴും ഏൽപ്പിച്ചു കൊടുക്കുകയല്ല, ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും അറിഞ്ഞുകൊള്ളട്ടെ. അതെ, എന്തിനു വേണ്ടിയാണ് ഈ ഒരു ശോധന? എന്തിനു വേണ്ടിയാണ് ഈ ഒരു വേദന? അടുത്തൊരു തലത്തിലേക്ക് നമ്മെ കർത്താവ് ഉയർത്തേണ്ടതിനായി, ഒന്നാമത് ആത്മീയമായി മറ്റെല്ലാ മേഖലകളിലും പുതിയൊരു ഉയർച്ചയിലേക്ക് കടന്നു പോകേണ്ടതിനാണ്. സ്തോത്രം ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഇന്ന് നാം ചില വേദനകളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു
കടന്നു പോകുന്നത്. നിരാശപ്പെട്ടു പോകരുതേ. നമ്മുടെ കർത്താവും ഗുരുവുമായ യേശു ക്രിസ്തു, നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പാത നാം പിന്തുടരുകയാണെങ്കിൽ, ആ പാത പിൻഗമിക്കുകയാണെങ്കിൽ, ആ ക്രിസ്തുവിൻ്റെ അനുയായികളായി നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നിശ്ചയമായി ആ യേശുവിനെ തന്നെ ദൈവം ആമേൻ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരത്ഭുതം സംഭവിക്കും. മാത്രമല്ല അതേ ആമേൻ ഒരു കാര്യം തന്നെ മോശയുടെ ജീവിതത്തിൽ കാണുവാനിടയായി തീരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ ആമേൻ പ്രൈസ് ദി ലോർഡ് 35-ാം വചനം. അവിടെ നാം എങ്ങനെ വായിക്കുന്നു? നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. പ്രൈസ് ദി ലോർഡ്. In English, Acts chapter 7 verse 35. Praise the Lord. This is the same Moses they had rejected with the words, who made you ruler and judge. Who made you ruler and judge? He was sent to be their ruler and deliverer by God himself through the angel who appeared to him in the bush. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ ഒത്തിരി ആമേൻ സ്തോത്രം വ്യക്തവും ദിട്ടവുമായി നമുക്ക് വായിക്കുവാൻ ഇടയായിത്തീരുന്നു. ദിസ് ഈസ് ദ സെയിം മോസസ്, അതേ മോശയെ. ഹല്ലേലൂയ. ഒരിക്കൽ ആമേൻ സ്തോത്രം എല്ലാവരും ദേ ഹാവ് റിജക്റ്റഡ് വിത്ത് ദ വേർഡ്സ്, വാക്കിനാൽ തള്ളിപ്പറഞ്ഞ അതേ മോശയെ. ഹല്ലേലൂയ. തൻ്റെ ആമേൻ സ്തോത്ര രക്തത്തിലുള്ളവർ തന്നെ, ആമേൻ സ്തോത്ര തൻ്റെ കുലത്തിലുള്ളവർ തന്നെ തന്നെ തള്ളി പറഞ്ഞു. ഹല്ലേലൂയ. അതേ മോശയെ ആമേൻ ഇന്ന് വാക്കുകളാൽ എവിടെയെങ്കിലും നാം റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. എവിടെയെങ്കിലും നാം റിജക്റ്റഡ് ആകുന്നുണ്ടോ? ആമേൻ പ്രൈസ് ദി ലോർഡ്. ഭാരപ്പെട്ടു പോകരുത്. ആ സെയിം മോസസിനെ എന്നിട്ട് അവർ ചോദിക്കുക, ഹൂ മേഡ് യു റൂളർ ആൻഡ് ജഡ്ജ്? ആമേ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയതാർ? നിന്നെ ആരാണ് ഞങ്ങൾക്ക് അധികാരിയാക്കിയത്? നീ ആരാണ് ഇവിടുത്തെ അധികാരിയോ എന്ന് ചോദിച്ച അതേ മോശയെ ആമേൻ ഹി വാസ് സെന്റ് ടു ബി ദയർ റൂളർ. ആമേൻ ദൈവം അവരുടെ അധികാരിയായി ഇത് വായിക്കുന്നു. അവരുടെ അധികാരിയായി മാത്രമല്ല ആമേൻ സ്തോത്രം ഡെലിവറർ ബൈ ഗോഡ് ഹിംസെൽഫ്. അവരെ വിടുവിക്കുവാനുള്ള ഒരു ഡെലിവറായിട്ട്, ഒരു വീണ്ടെടുപ്പുകാരനായിട്ട് ദൈവം മോശയെ ആക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ആക്കി അവരുടെ മുൻപിൽ തന്നെ അയക്കുവാനിടയായി തീർന്നു. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. ആയതിനാൽ തള്ളപ്പെടലുകളും ഒറ്റപ്പെടലുകളും വേദനകളും പ്രതിസന്ധികളും യേശുവിനെ പോലെ യാതൊരു ദോഷവും ചെയ്യാതെ തിന്മ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ദൈവത്തോട് നാം പിറുപിറുക്കരുത്. ദൈവസ്നേഹം കുറഞ്ഞു പോകരുത്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകാതെ നിലനിൽക്കുമെങ്കിൽ അതേ ആ പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയ നമ്മെ ഓരോരുത്തരെയും തന്നെ കർത്താവ് വ്യത്യസ്തരാക്കി മാറ്റി അനുഗ്രഹിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ മോശ ആമേൻ സ്തോത്ര ഹല്ലേലൂയ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ആമേൻ മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം. അതേ നമ്മുടെ ജീവിതത്തിൽ ഒരു മുൾപടർപ്പിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ അവിടെ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഈ നാളുകളിൽ എപ്പോഴും ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ തന്നെ ആയിരിക്കാം. ആമേൻ അധികമായി ആമേൻ പ്രാർത്ഥിക്കാം, ആരാധിക്കാം, കർത്താവിനോട് സംസാരിക്കാം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വിട്ട് നാം അകന്നു പോകാതെ അത്യുന്നതൻ്റെ മറവിൽ തന്നെ സർവശക്തൻ്റെ ചിറകിൻ കീഴിൽ തന്നെ നാം അഭയം പ്രാപിക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവ് ഒരു മാറ്റം ആമേ സ്ഥിതികൾക്ക് അവസ്ഥകൾക്ക് വ്യത്യാസം നൽകി നമ്മെ മാനിക്കുവാൻ സർവശക്തനാണ്. ആയതിനാൽ ഈ 2 വേദഭാഗങ്ങളിൽ നിന്നും നാം വായിക്കുന്നു, ഈ യേശുവിനെ ക്രൂശിൽ തറപ്പിച്ചു കൊന്ന ഈ യേശുവിനെ നിങ്ങൾ വാക്കിനാൽ തള്ളിപ്പറഞ്ഞ ഈ മോശയെ. ഹല്ലേലൂയ. ദ സെയിം ജീസസ്, സെയിം മോസസ്. ആമേൻ അവരെ കർത്താവ് ആമേൻ സ്തോത്രം ക്രിസ്തുവും ആമേൻ മശിഹയുമാക്കി ദൈവം മാറ്റിയതുപോലെ ഇവിടെ മോശയെ അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി മാറ്റി. ഹല്ലേലൂയ. മോശയും യേശുവിനെയും തമ്മിൽ പല സ്ഥലങ്ങളിൽ താരതമ്യപ്പെടുത്തി പറയുന്നുണ്ട്. മോശെ വിശ്വസ്തനായിരുന്നതുപോലെ യേശു വിശ്വസ്തനായിരുന്നു. പ്രിയ ദൈവമക്കളെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും കർത്താവ് വലിയവ ചെയ്യും. ഈ വചനം
വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, വ്യത്യസ്തരാക്കിയ കർത്താവേ, അപ്പോൾ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റി തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അത് പുതിയൊരു അനുഭവം. ഹല്ലേലൂയ, ആമേൻ. ഒരു പുതിയൊരു പേർ, ആമേൻ. സ്തോത്രം, സ്തോത്രം. പഴയതെല്ലാം കഴിഞ്ഞുപോയി സകലത്തെ നീ പുതുതാക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവ് വലിയവ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.